പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ എന്ന ആയത്ത് വിശദമായി പഠിക്കുകയുണ്ടായി. അവസാനം ഒരു മസ്അല പറഞ്ഞാണ് നമ്മൾ അതിൻ്റെ വിശദീകരണം അടുത്ത എപ്പിസോഡിലെന്ന് പറഞ്ഞ് നിർത്തിയത്. പ്രസ്തുത മസ്അല, ദുആ ചെയ്യുന്നവർക്ക് ഉത്തരമേകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് വിശുദ്ധ ഖുർആൻ പല വചനങ്ങളിൽ അറിയിച്ചതുമാണ്. എന്നിട്ടും എന്തേ പലരുടെയും ദുആക്ക് ഉത്തരമില്ലാതെ പോകുന്നു? ഇതായിരുന്നു പ്രസ്തുത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പ്രാമാണികർ പലരും പലതായി പരാമർശിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയവും ഹൃദ്യവുമായത് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനി ദവാഇ ശാഫി എന്ന വിശ്വപ്രസിദ്ധ രചനയിൽ ഉണർത്തിയതാണ്. അദ്ദേഹം ദുആയെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നു, വകദാലിക ദുആ ഫഇന്നഹു മിൻ അഖ്വൽ അസ്ബാബ് ഫി ദഫ്ഇൽ മക്റൂഹി വഹുസൂലിൽ മത്ലൂബ്. അനിഷ്ടം ചെറുക്കപ്പെടുന്നതിൽ, ഇഷ്ടകരമായത് ലഭ്യമാകുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു സബബാണ്, കാരണമാണ് ദുആ. വലാകിൻ ഖദ് യതഖല്ലഫു അൻഹു അസറുഹു. എന്നാൽ ദുആന്റെ ഫലം ചിലപ്പോൾ ദുആയെ തൊട്ട് പിന്തിയേക്കും. അതെന്തുകൊണ്ട്? 3 കാരണങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഇമ്മാ ലി ദുഅഫിഹി ഫി നഫ്സിഹി. ഒന്നുകിൽ ദുആ സ്വയം അത് ദുർബലായിരിക്കും. ദുആ ചെയ്തവൻ്റെ ദുആ അവനിൽ നിന്ന് ദുർബലമായ അവസ്ഥയിലായിരിക്കും. ബി അൻ യകൂന ദുആഅൻ ലാ യുഹിബ്ബുഹുല്ലാഹ് ലിമാ ഫീഹി മിനൽ ഉദ്വാൻ. ആ ദുആ അതിൽ അതിക്രമം, അന്യായമുള്ളതിനാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ദുആയായിരിക്കും. വ ഇമ്മാ ലി ദുഅഫിൽ ഖൽബ് വ അദമി ഇഖ്ബാലിഹി അലല്ലാഹ്. അല്ലെങ്കിൽ ദുആ ചെയ്യുന്നവൻ്റെ ഹൃദയം അത് ദുർബലായിരിക്കും. അള്ളാഹുവിലേക്ക് മുന്നിടുന്ന വിഷയത്തിൽ യഥാവിധം മുന്നിടാതെ, അതേപോലെ തന്നെ മനസ്സ് ആ ദുആയിൽ കേന്ദ്രീകരിക്കാതെ, ദുആയിൻ്റെ സമയം വഅദമി ഇഖ്ബാലിഹി അലല്ലാഹ് വ ജംഇയ്യതിഹി അലൈഹി വഖ്ത ദുആ. അപ്പോൾ ഈ ദുർബല മനസ്സോടുകൂടി ദുആ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുആ ഇബ്നുൽ ഖയ്യിം അതിനെ ചിത്രീകരിക്കുന്നത് ഫയകൂനു ബി മൻസിലത്തിൽ ഖൗസ് അർറഖ് ജിദ്ദൻ എന്നാണ്. ദുആ അമ്പ്, സഹമാണ്. ഈ അമ്പ് ചെയ്യണമെങ്കിൽ വില്ല് ഉറച്ചതായിരിക്കണം, ശക്തമായിരിക്കണം. ദുർബലമായ മനസ്സിൽ നിന്ന് ദുആ പോകുമ്പോൾ ആ ദുർബലമായ മനസ്സ് ഉറപ്പില്ലാത്ത വില്ല് പോലെ, വില്ലും ഞാനും ഉറപ്പില്ലാത്തതാണ് എങ്കിൽ പിന്നെ അതിൽ നിന്ന് തെറിക്കുന്ന അമ്പ് അത് ദുർബലമായിരിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. പിന്നെ അദ്ദേഹം 3ാമത്തെ കാരണം പറയുന്നത് വ ഇമ്മാ ലി ഹുസൂലിൽ മാനിഅ മിനൽ ഇജാബ. ഒന്നുകിൽ ഉത്തരം നൽകുന്നതിൽ തടസ്സം നേരിടുന്നതിനാലായിരിക്കും. ഉത്തരം ലഭിക്കുന്നതിൽ തടസ്സം നേരിടൽ എങ്ങനെ? മിൻ അക്ലിൽ ഹറാം, ഹറാം തിന്നുക, വദുൽമ്, അന്യായം പ്രവർത്തിക്കുക, വറൈനി ദുനൂബ് അലൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ പാപക്കറ പറ്റി, ഇതൊക്കെ ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്, ഈ 3 കാര്യങ്ങൾ. എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും അതിൻ്റെ ഫലം ലഭ്യമാകുന്നില്ല, വൈകുന്നു? അപ്പോൾ ഒന്നുകിൽ ദുആ തന്നെ ദുർബലം, അല്ലെങ്കിൽ ദുആ ഇരക്കുന്നവൻ്റെ ഖൽബ് ദുർബലം, അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ എന്നാണ്. അദ്ദേഹം അതിൻ്റെ തെളിവുകളൊക്കെ ധാരാളമായി നിരത്തുന്നുണ്ട്. ഉദുഉല്ലാഹ് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ വഅലമു അന്ന അല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ. ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അശ്രദ്ധമായവൻ്റെയും കാര്യഗൗരവമില്ലാത്തവൻ്റെയും ഖൽബിൽ നിന്ന് ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നിങ്ങൾ അറിയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനാണ്.
അപ്പം കൽബിന് ഉറപ്പ് വേണം, ദുആ യഥാവിധമാകണം. ദുആ ഇരക്കുന്നവൻ അവനൊരിക്കലും ശക്തിയില്ലാത്ത വില്ല് പോലെ, ഉറപ്പില്ലാത്ത ഞാണു പോലെ അമ്പെയ്യുന്നവനാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അത് നിറവേറാതെ പോകുന്നത്? അതാണ് ഇബ്നുൽ ഖയ്യിം ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള എന്നവർ കിതാബ് സുഹുദിൽ ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിയർക്ക് ഒരു പരീക്ഷണം ഉണ്ടായി. അപ്പോൾ ആ പരീക്ഷണം ഉയർത്തപ്പെടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെയുള്ള നബിയോടൊപ്പം പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നബിക്ക് വഹി നൽകി ഈ ഇസ്രായേലിയരോട് ആ നബി പ്രസ്താവിക്കാൻ പറയാൻ. എന്താ പറയേണ്ടത്? അന്നക്കും തഖ്റുജൂന ഇല സഈദി ബി അബ്ദാനിൻ നജിസ, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾക്കേറ്റ പരീക്ഷണം ഉയർത്താൻ ദുആ ചെയ്യാൻ പുറപ്പെടുന്നത് മലിനമായ ശരീരത്തോടു കൂടിയാണ്. വതർഫഊന ഇലയ്യ അകുഫൻ ഖദ് സഫഖ്തും ബിഹദ്ദിമ, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഉയർത്തുന്ന കൈകൾ രക്തക്കറ പറ്റിയ കൈകളാണ്. വമലഅ്തും ബിഹാ ബുയൂതകും മിനൽ ഹറാം, ആ കൈകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഹറാമിനെ നിറച്ചിട്ടുള്ളത്. അതിനാൽ അൽ ആന ഹീന ഇസ്തദ്ദ ഗദബി അലൈക്കും വലൻ തസ്ദാദു മിന്നി ഇല്ലാ ബുഅദ, എൻ്റെ കോപം ഇപ്പോൾ നിങ്ങളുടെ നേരെ കഠിനമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് എന്നോട് ദുആ ചെയ്താലും നിങ്ങൾ എന്നിൽ നിന്ന് അകലുന്നത് വർദ്ധിക്കുകയല്ലാതെ എന്നോട് അടുക്കാൻ സാധ്യമല്ല എന്ന് വഹി നൽകി എന്നാണ്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകണമെങ്കിൽ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അള്ളാഹു നിറവേറ്റണമെങ്കിൽ അതിന് വിഘ്നമാകുന്ന, തടസ്സമാകുന്ന വിഷയങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങളെ സാധൂകരിക്കുന്ന, അതിനെ ശക്തിപ്പെടുത്തുന്ന കുറേ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ, ദുആ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ്. വഹു അദുവുൽ ബല, പരീക്ഷണത്തിൻ്റെ ശത്രുവാണ് ദുആ. യുദാഫിഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു, പരീക്ഷണത്തെ ദുആ ചെറുക്കും, അതിനെ കൈകാര്യം ചെയ്യും. പരീക്ഷണം ഇറങ്ങുന്നതിനെ തടുക്കും. വയർഫഉഹു, ഇറങ്ങിയ പരീക്ഷണത്തെ ഉയർത്തും. ഔ യുഖഫിഫുഹു, അല്ലെങ്കിൽ പരീക്ഷണത്തെ ദുആ ലഘൂകരിക്കും. ഇദാ നസൽ, അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ. വഹുവ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധമാണ്. ഇതൊക്കെ പറഞ്ഞ് അലിയിൽ നിന്ന് ഇമാം ഹാക്കിം നൽകിയ നിവേദനം കൊടുക്കുന്നുണ്ട്, ഒരു തിരുമൊഴി. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വ ഇമാദുദ്ദീൻ വ നൂറുസ് സമാവാതി വൽ അർദ്, ദുആ എന്നാൽ വിശ്വാസിയുടെ ആയുധമാണ്, ദീനിൻ്റെ നെടുന്തൂണാണ്, വനങ്ങളുടെയും ഭുവനങ്ങളുടെയും ദീപ്തിയും പ്രകാശവുമാണ്. വലഹു മഅൽ ബലാഇ സലാസു മഖാമാത്ത്, പരീക്ഷണത്തോടൊപ്പം ദുആക്ക് 3 മഖാമാത്ത്, സ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നുൽ ഖയ്യിം ആ 3 മഖാമുകൾ നൽകുന്നുണ്ട്. ഏതാണവ? അഹദുഹ അൻ യകൂന അഖ്വ മിനൽ ബലാ ഫയദ്ഫഉ, ദുആ പരീക്ഷണത്തേക്കാൾ ശക്തമായതാവുക. ഒരു വ്യക്തി ദുആ ചെയ്യുന്നു പരീക്ഷണത്തിൻ്റെ വിഷയത്തിൽ, ആ പരീക്ഷണത്തേക്കാൾ ശക്തമാണ് ദുആ എങ്കിൽ ഫയദ്ഫഉ, ദുആ പരീക്ഷണത്തെ ചെറുക്കും, തടുക്കും. അൻ യകൂന അദ്അഫ മിനൽ ബല, എന്നാൽ ദുആ പരീക്ഷണത്തേക്കാൾ ശക്തി കുറഞ്ഞതാണ് എങ്കിൽ, ദുർബലമാണ് എങ്കിൽ ഫയഖ്വ അലൈഹിൽ ബല, പരീക്ഷണം പ്രാർത്ഥനയെ, ദുആയിൻ്റെ മേൽ ശക്തി നേടും. ഫയുസാബു ബിഹിൽ അബ്ദ്, അപ്പോൾ ആ പരീക്ഷണം പ്രാർത്ഥനയെ തോൽപ്പിച്ച്, ദുആയിനെ തോൽപ്പിച്ച് ആ ദാസനെ ഏൽക്കും. വലാകിൻ ഖദ് യുഖഫിഫുഹു വ ഇൻ കാന ദഈഫൻ, എന്നാൽ ദുആ ദുർബലമാണെങ്കിലും ദുആ നിർവഹിച്ചതിനാൽ പരീക്ഷണത്തെ ലഘൂകരിക്കും. അത് ഭവിക്കുന്നതിനെ ചെറുത്തിട്ടില്ലെങ്കിലും അതിനെ ലഘൂകരിച്ചേക്കും എന്നാണ് ഹദീസിൻ്റെ ആ പ്രയോഗത്തിലുള്ളത്. പിന്നെ 3-മത്തേത് അയ്യ തഖാവമ, ദുആയും പരീക്ഷണവും ഒരേ അളവിൽ. അപ്പം എന്ത് ചെയ്യും? ഒന്നൊന്നിനെ ചെറുത്തുകൊണ്ട് നിൽക്കും. വയംനഉ കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബഹു എന്നാണ്. ദുആയും പരീക്ഷണവും പ്രതിരോധി തീർക്കും, ദുആ ഇറന്നവനെ ചെറുക്കും, ദുആ ബലായിനെ പ്രതിരോധിക്കും. അങ്ങനെ ദുആ കാരണത്താൽ ഈ പരീക്ഷണം ഭവിക്കാതെ ഇരിക്കും എന്നുള്ളതാണ്.
ഇതൊക്കെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത്, തിരുമൊഴികൾ ധാരാളം ഉദ്ധരിച്ചതിൽ ഒരു തിരുമൊഴി അദ്ദേഹം നൽകിയത് അദ്ദുആഉ യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ, വന്നു ഭവിച്ച പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ ദുആ ഉപകരിക്കും, വന്നു ഭവിച്ചിട്ടില്ലാത്തതിനും ദുആ ഉപകരിക്കും. ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ, അതുകൊണ്ട് അടിയാറുകളെ നിങ്ങൾ ദുആ ചെയ്യണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് അത് അദ്ദേഹം പ്രത്യേകം നൽകുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വാഗ്ദാനം ഉജീബു, ഞാൻ ഉത്തരം തരും എന്ന വാഗ്ദാനം, അത് പുലരാൻ, അത് നിവർത്തിക്കപ്പെടാൻ ദുആയിരക്കുന്നവനും ദുആയിരക്കുന്നവൻ്റെ ഖൽബും ഒക്കെ ശരിയാവണം എന്നുള്ളതാണ്. സുന്ദരമായ ഇബ്നുൽ ഖയ്യിം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, വൈദ ഇജ്തമഅ മഅ ദുആഇ ഹുദൂറുൽ ഖൽബ് വജംഇയ്യതുഹു ബികുല്ലിയതിഹി അലൽ മത്ലൂബ് വസാദഫ വഖ്തൻ മിൻ ഔഖാത്തിൽ ഇജാബത്തി സിത്ത. ദുആയോടൊപ്പം മനസ്സിൻ്റെ സാന്നിധ്യം, അതുപോലെ തേടുന്ന വിഷയത്തിൽ മനസ്സ് ശിഥിലമാവാതെ ഇരിക്കൽ, പിന്നെ ഉത്തരം ലഭിക്കപ്പെടുന്ന 6 സമയങ്ങളിൽ ഒരു സമയത്ത് ആ ദുആ ഒത്തുവരൽ, ഇതൊക്കെ ആയാൽ, എന്നിട്ട് അദ്ദേഹം ആ 6 സമയങ്ങൾ, രാവിൻ്റെ അവസാനത്തെ 1/3 ഭാഗം, അതേപോലെ ബാങ്ക് വിളിയുടെ സമയം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലെ സമയം, അതേപോലെ നിർബന്ധ നിസ്കാരങ്ങളുടെ അവസാന സമയം, വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ കയറുന്ന സമയം, അതേപോലെ വെള്ളിയാഴ്ച ദിവസം തന്നെ അസറിന് ശേഷമുള്ള അസ്തമയത്തിൻ്റെ ആ അവസാന സമയം, ഈ സമയങ്ങളിൽ ദുആ ഒത്തുവരിക. പിന്നെ വസാദവ ഖുശൂഅൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഭക്തിയോടൊത്ത് ദുആ വരിക. വൻകിസാറൻ ബൈന യദൈ റബ്ബ്, റബ്ബിന് മുമ്പിൽ ഭവ്യമായി, വദുല്ലൻ വതദറുഅൻ വരിഖതൻ, ഭക്തി പുരസ്സരം, വിനയാനിതത്വം തുളുമ്പി, വസ്തഖ്ബല ദാഇ അൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ട്, വകാന അലാ തഹാറത്തിൻ, ശുദ്ധിയിൽ, വറഫഅ യദൈഹി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് 2 കൈകളും ഉയർത്തി, വബദഅ ബിഹംദില്ലാഹ്, ഹംദിൽ തുടങ്ങി, വസനാ അലൈഹി, അല്ലാഹുവെ വാഴ്ത്തി പുകഴ്ത്തി ദുആ തുടങ്ങി, സുമ്മ സന്ന ബിസ്സലാത്തി അലാ മുഹമ്മദിൻ അബ്ദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി, സുമ്മ ഖദ്ദമ ബൈന യദൈ ഹാജതിഹി അത്തൗബത വൽ ഇസ്തിഗ്ഫാർ, തൻ്റെ ആവശ്യം അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി, പിന്നെ ആവശ്യം പറഞ്ഞു തുടങ്ങി. സുമ്മ ദഖല അലല്ലാഹ് വ അലഹ അലൈഹി ബിൽ മസ്അല, ആ ആവശ്യത്തിൽ അള്ളാഹുവോട് അലട്ടി ചോദിച്ചു. ഇങ്ങനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഉത്തരം ലഭിക്കാൻ എങ്ങനെ ദുആ ചെയ്യണം എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ധാരാളം അതിൽ വായിക്കാനുണ്ട്. അൽ ജവാബുൽ കാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹൽ രചന ഈ വിഷയത്തിൽ വളരെ സുന്ദരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ കേൾപ്പിച്ചത്. എന്തുകൊണ്ട് ദുആ ചെയ്തിട്ടും ഉത്തരം വരുന്നില്ല? നമ്മൾ ഇവിടെ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അള്ളാഹു വാക്ക് നൽകുന്നത് ഇവിടെ പഠിക്കുമ്പോൾ പലരും പറയുന്നൊരു വിഷയമാണ്, എന്തുകൊണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ലഭിക്കുന്നില്ല, അള്ളാഹു വാഗ്ദാനം ചെയ്ത് എന്നോട് കനിയുന്നില്ല, അതെന്തുകൊണ്ട്, അതെങ്ങനെ തരപ്പെടണം? ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇവിടെ പ്രാമാണികരിൽ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ ഉദ്ധരിച്ചത്. അദ്ദേഹം ധാരാളം വിഷയങ്ങൾ, അതിൽ ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ, ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ പലതും, പലപ്പോഴും ദുആയിരക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുആയിരക്കണമെന്നുള്ള അറിവല്ലാതെ അതെങ്ങനെ, എപ്പോൾ, എവിടെ, ഏത് രീതിയിൽ എന്നതിൽ വലിയ പരിജ്ഞാനമോ ബോധമോ ഇല്ലാത്ത അവസ്ഥയാണ്. പൂർവികർ ദുആ ചെയ്യുമ്പോൾ ദുആയിരക്കണമെന്ന അറിവ് മാത്രമുള്ളവരായിരുന്നില്ല, പിന്നെയോ അതെങ്ങനെ, എപ്പോൾ, എവിടെ, ഏത് രീതിയിൽ, അതിലൊക്കെ ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അദബുൽ മുഫ്രദിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ഈ മസ്ജിദുൽ ഫത്ഹിൻ്റെ ചരിത്രം വായിക്കുന്ന ഒരു വിഷയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഫത്ഹിൽ വെച്ച് ദുആ ചെയ്തു. തിങ്കളാഴ്ച ദുആ ചെയ്തു, ചൊവ്വാഴ്ച ദുആ ചെയ്തു, ബുധനാഴ്ച ദുആ ചെയ്തു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്തുജീബ ലഹു ബൈന സലാത്തൈനി മിൻ യൗമിൽ അർബിഅ, ബുധനാഴ്ച ദിവസം 2 നിസ്കാരങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെട്ടു എന്നാണ്. റസൂലുള്ളാഹി തേടിയത് 2 നിസ്കാരങ്ങൾക്കിടയിൽ ബുധനാഴ്ച ദിവസം ഉത്തരം അരുളപ്പെട്ടു എന്നാണ്. ബുഹുറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ ഉത്തരം ലഭിച്ചു എന്നാണ്. അപ്പോൾ ജാബിർ റളിയല്ലാഹു തആല പറയാണ്,
വലം യൻസിൽ ബി അംറും മുഹിമ്മുൻ ഗായിദുൻ ഇല്ലാ തവഖൈതു തിൽക സാ. എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു കാര്യം ദുആ ചെയ്യപ്പെടേണ്ടതായ രീതിയിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഇല്ലാ തവഖൈതു തിൽക സാ എന്നാണ്, ഞാൻ ആ സമയം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതും. ഏത് സമയം? ബുധനാഴ്ച ബുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ. ഫദഅഉതുല്ലാഹ ഫീഹി ബൈന സ്സലാത്തൈനി യൗമൽ അർബിആഇ ഫീ തിൽക സാ. ബുധനാഴ്ച ആ സമയം 2 നിസ്കാരങ്ങൾക്കിടയിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്താൽ ഇല്ല അറഫ്തുൽ ഇജാബ, അള്ളാഹുവിൽ നിന്നുള്ള ഇജാബത്ത് എനിക്ക് ബോധ്യപ്പെടാതിരുന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ഉദ്ധരിച്ചത് അങ്ങനെയായിരുന്നു സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ എന്ന ആയത്ത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അനുബന്ധമായിട്ട് ചില മസാലകൾ ദുആയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്കാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ഫലിയസ്തജീബൂ ലി വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഇവിടെ തുടക്കത്തിൽ ഫ, പിന്നെ ല്, യസ്തജീബൂ ലി, അതിൽ ഫ തഫ്രീഅ എന്ന് പറയും. തഫ്രീഅന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവനായാൽ ഇദാ കുൻതു ഉജീബു ദഅവത ദാഇ ഫൽ യുജീബു അവാമിരി എന്നാണ്. എൻ്റെ കൽപ്പനകൾക്ക് അവർ ഉത്തരം ചെയ്യണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിക്കുകയാണ്. ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവരാണ് എങ്കിൽ എൻ്റെ കൽപ്പനകൾ എന്തുണ്ടോ ആ കൽപ്പനകൾക്ക് ഈ ദുആ ചെയ്യുന്നവർ ഉത്തരം നൽകണം. വലിയുഅ്മിനൂ ബി, എന്നെ അവർ വിശ്വസിച്ച് അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും വേണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ ഫ തഫ്രീഇൻ്റെ ലാമുൽ അംർ എന്ന് പറയും. ല് ഫൽ എന്നുള്ളിടത്ത് ലാമുൽ അംറാണ് എന്ന് പറഞ്ഞാൽ യസ്തജീബു എന്നുള്ളത് കൽപ്പനയാണ്. പിന്നെ യസ്തജീബു എന്ന ക്രിയയും അതിൻ്റെ ബാക്കി ഭാഗവും അതിവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടുത്തെ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, മനസ്സിലാക്കി. ദുആ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നവനാണ് എങ്കിൽ എൻ്റെ കൽപ്പനകൾ അതാണ് യസ്തജീബു എന്നാണ്, അതിന് ഉത്തരം ചെയ്യണം എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്തജാബ യസ്തജീബു, യസ്തജീബു എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയയാണ്. പക്ഷേ ഇവിടെ കൽപ്പനക്ക എന്നുള്ളത് അറിയിക്കുന്നത് ഈ ലാമാണ്, ലാമുൽ അംർ. അപ്പോൾ ഇവിടെ യസ്തജീബു എന്ന് പറഞ്ഞാൽ യുജീബു എന്ന അർത്ഥത്തിൽ. ഇസ്തജാബ എന്ന് പറഞ്ഞാൽ അജാബ, ഉത്തരം ചെയ്തു. യസ്തജീബു എന്ന് പറഞ്ഞാൽ യുജീബു, അവർ ഉത്തരം ചെയ്യട്ടെ. അജാബ ഇസ്തജാബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ചോദ്യം അതിനുള്ള ഉത്തരം നൽകൽ. തലബ് മക്കാൽ, പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യപ്പെടലാണ് എങ്കിൽ ജവാബുൽ മക്കാൽ, മക്കാൽ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഉത്തരം നൽകുക. തലബ് മനാൽ, എന്തെങ്കിലും കാര്യം നൽകാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ജവാബുൽ മനാൽ, അത് നൽകിക്കൊണ്ട്, ആ സാധനം നൽകിക്കൊണ്ട് ഉത്തരം നൽകുക. അത് ഉജീബത്ത് ദഅവത്തുകുമ എന്ന് പറഞ്ഞില്ലേ. മൂസ ഹാറൂൻ അലൈഹിസ്സലാം അള്ളാഹിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് വാക്കാലുള്ള പ്രതികരണമല്ല, പിന്നെയോ പലതും നൽകാനുള്ള ആവശ്യമാണ്. അപ്പോൾ അത് നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതികരണം വന്നത്. ഏതായാലും ഇവിടെ യുജീബു എന്നതും യസ്തജീബു എന്നതും ഒരേ അർത്ഥത്തിൽ. പക്ഷേ ഈ യുജീബു എന്നതിനേക്കാൾ യസ്തജീബു എന്നതിൽ അക്ഷരങ്ങൾ കൂടുതലുണ്ട്, സീനും താവും കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ് സിയാദത്തുൽ മബ്ന സിയാദത്തുൽ ഫിൽ മാന. നിർമ്മാണത്തിൽ കൂടുതലുണ്ട് എങ്കിൽ ആശയത്തിലും കൂടുതലുണ്ട്. അപ്പോൾ യുജീബു എന്ന് പ്രയോഗിക്കുന്നതിന് പകരം യസ്തജീബു എന്ന് പ്രയോഗിച്ചതിൽ നമ്മൾ പറഞ്ഞു ഇവിടെ അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകണമെന്നാണ്. അത് ശക്തിയുക്തം അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഞാനാണ് ദുആക്ക് ഉത്തരം നൽകുന്നത് എങ്കിൽ എൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകണം എന്നത് അള്ളാഹു ഊക്കിൽ ശക്തിമത്തായി ആവശ്യപ്പെടുകയാണ്. അതിനാണ് ഈ പ്രയോഗം ഫലിയസ്തജീബു ഫലിയുജീബു എന്ന് പ്രയോഗിക്കാതെ. ആവശ്യപ്പെടുന്നവൻ ആവശ്യപ്പെടുന്നത് സാക്ഷാത്കരിച്ചിട്ടുണ്ട് എന്നത്
തീർപ്പാക്കി ഉറപ്പാക്കി ഇനി ഒരു ആവശ്യപ്പെടൽ വേണ്ടതില്ലാത്ത വിധം അതിന് ഉത്തരം അരുളിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ഈ അജാബ പ്രയോഗിക്കേണ്ടിടത്ത് ഇസ്തജാബ് പ്രയോഗിച്ചത് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്. അത് കൽപ്പനയ്ക്ക് ഉത്തരം നൽകുന്ന വിഷയത്തിലും അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകിയ വിഷയത്തിലും അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രയോഗം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വർ-റസൂൽ. എന്താ വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വർ-റസൂൽ, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും നിങ്ങൾ ഉത്തരമേകൂ. അവിടെ ആ ഉത്തരമേകൽ അത് ഇനിയൊരു ആവശ്യപ്പെടൽ ആവശ്യമില്ലാത്ത വിധം ഉള്ള ഉത്തരമേകൽ, അതാണ് ആ രീതിയിൽ അർത്ഥം തരുന്ന പ്രയോഗമാണ് ഇസ്തജീബു. അള്ളാഹു ഉത്തരം നൽകിയതിനെ കുറിച്ച് പ്രയോഗങ്ങൾ നമ്മൾ ധാരാളം വായിക്കണില്ലേ. വനൂഹൻ ഇദ് നാദാ മിൻ ഖബൽ ഫസ്തജബ്നാ ലഹു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന് മുമ്പ് വിളിച്ചു, അത് ഓർക്കാൻ പറയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരമേകി. അവിടെ ഫഅജബ്നാ ലഹു എന്നുള്ളതിന് പകരം ഫസ്തജബ്നാ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇനിയൊരു യാചന ആവശ്യമില്ലാത്ത വിധമായിരുന്നു അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം നൽകൽ. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതിനെ കുറിച്ച് പറയണം. ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. ഇസ്തജബ്ന. അതുപോലെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഫനാദാ ഫി الظുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു. അവിടെയൊക്കെ ഫസ്തജബ്ന പ്രയോഗിച്ചില്ലേ. ഫഅജബ്ന എന്നുള്ളിടത്ത് അത് തഹ്ഖീഖിനെയാണ് അറിയിക്കുന്നത്, തൗക്കീദിനെയാണ് അറിയിക്കുന്നത്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉദീഉ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകിയതിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഉത്തരമേകി. ഫഅജാബ ലഹും എന്ന് പറയാതെ ഫസ്തജാബ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൽയസ്തജീബൂ ലി എന്ന് പറഞ്ഞപ്പോൾ ആ ക്രിയ യുജീബു എന്നതിന് പകരം അതാണ് പ്രയോഗിച്ചത്. അതറിയിക്കുന്നത് അള്ളാഹുവിന് ഉത്തരമേകണം. എങ്ങനെ ഉത്തരമേകണം? യഥാവിധം ഉത്തരമേകണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ആ കൽപ്പനകൾ പ്രാവർത്തികമാക്കി വിരോധങ്ങളെ വിട്ടകന്ന് കൽപ്പനകൾ നിർവഹിക്കണം എന്നുള്ളതാണ്. വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഫൽയസ്തജീബൂ ലി, ഈ ലാമുൽ ഇൻഖിയാദ് എന്ന് പറയും. തുടക്കത്തിലുള്ള ലാമ് അത് ലാമുൽ അംറാണ്, കൽപ്പന ക്രിയയാണെന്ന് അറിയിക്കാൻ. പിന്നെ അതിന് ശേഷം വന്ന ലാമ് ലീ, അത് ലാമുൽ ഇൻഖിയാദ് എന്ന് പറയും. അത് വഴിപ്പെടുന്നതിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാനിതത്വം തുളുമ്പിക്കൊണ്ടുള്ള ഉത്തരം നൽകലാകണം എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അറിയിക്കേണ്ട, അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്നിട്ട് ഫൈൻഹും അജാബൂലക്ക എന്ന് പറയുന്നുണ്ട്. അവർ താങ്കൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഉത്തരം മേകിയാൽ, താങ്കൾ പറയുന്നത് അവർ അനുസരിക്കുന്ന, അതിന് കീഴ്പ്പെടുന്ന അവസ്ഥ ഉണ്ടായാലേ എന്നുള്ളതാണ്. അവിടെ അജാബു എന്ന് മാത്രമല്ല പറഞ്ഞു, അജാബൂലക്ക എന്ന് പറഞ്ഞു. അലാമിൻ്റെ പ്രത്യേകതയാണത്. അത് ഇൻഖിയാദിനെ വഴിപ്പെടുന്നതിനെ അറിയിക്കും. അപ്പോൾ ഉത്തരമേഖല എങ്ങനെയാണ്? വഴിപ്പെട്ടുകൊണ്ട്, കീഴ്പ്പെട്ടുകൊണ്ട്. ഓരോ പദങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഇവിടെ നോക്കി. ഫ എന്നത് നമ്മൾ പറഞ്ഞു തദീലിന്, ല് എന്നത് അമ്രിന്, പിന്നെ യസ്തജീബു എന്നുള്ളതിൽ യുജീബു എന്നുള്ളതാണ് സീനും താവും ഏറെ വന്നു. അസീനു വത്താവു ഇവിടെ അതിലിൽ മുബാലഗ, അഗാധാർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ ഈ സീൻ ത എന്നത് ഏറെ വന്നു. ഇതൊക്കെ ഈ പ്രയോഗങ്ങളുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ആശയത്തിൻ്റെ പൂർണ്ണത ലഭ്യമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ ആ പൊരുൾ, അതിൻ്റെ യുക്തി അത് നമുക്ക് ഉൾക്കൊള്ളാനാവുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി 187 വചനാണ്, നോമ്പുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ചില മസ്അലകൾ ആയത്താണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിനു മുന്നേ ഇനി നമുക്ക് ഇതിൽ ബാക്കിയുണ്ട്. വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.